കടബാധ്യത എഴുതിത്തള്ളാൻ കഴിയില്ല എന്ന നിലപാട് കേന്ദ്രം കോടതിയെ അറിയിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ വിഷയം ഹൈക്കോടതി പരിഗണിക്കാൻ പോവുകയാണ്. കൃത്യമായി തന്നെ നിലപാട് ഇതിനു മുൻപ് കേന്ദ്രം അറിയിച്ചിരുന്നില്ല കോടതിയെ. അപ്പോഴൊക്കെ രൂക്ഷമായ വിമർശനം കോടതി ഉന്നയിച്ചിട്ടുമുള്ളതാണ്. ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുന്നു. എഴുതിത്തള്ളാൻ കഴിയില്ല, അതിനൊരു നിയമത്തിന്റെ നൂലാമാലയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രം അത് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നതും പ്രധാനമാണ്. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത് ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൽ പല കാര്യങ്ങൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വായ്പ എഴുതിത്തള്ളുന്നതിൽ എന്ത് നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നുള്ള ചോദ്യം. കഴിഞ്ഞ കുറേ നാളുകളായി അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതി ആവർത്തിച്ച് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നു. പക്ഷേ കേന്ദ്രം ഒരു മറുപടിയും നൽകിയില്ല. ഒരു ഘട്ടത്തിൽ നൽകിയ മറുപടിയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ചട്ടഭേദഗതി പ്രകാരം നിലവിൽ ഈ വായ്പ എഴുതിത്തള്ളുന്ന വിഷയത്തിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ആ വിശദീകരണത്തെ അതിരൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അധികാരം എന്ന് കോടതി ചോദിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന് അധികാരമില്ല എന്നെങ്ങനെ പറയാനാകുമെന്ന് കോടതി ചോദിച്ചിരുന്നു. അതെല്ലാം ആ പരാമർശങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് കേന്ദ്രം ഇത്തരത്തിലൊരു നിലപാട് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഹൈക്കോടതിയുടെ ഭാഗത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ഉണ്ടാകും. നിലവിൽ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ വായ്പ എഴുതിത്തള്ളാനാകില്ല എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ കുറെ കാര്യങ്ങളടക്കം ഈ അഫിഡവിറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ചില ചട്ടഭേദഗതികൾ 2018 ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഈ നൽകിയിട്ടുള്ള അഫിഡവിറ്റിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം സാങ്കേതികത്വമാണ്. കോടതി ആ സാങ്കേതികത്വത്തിനപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരുപക്ഷെ കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാരിനോട് ഒരു വിമർശന സ്വഭാവത്തിൽ ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട്.